നമസ്കാരം. ഓരോ തെരഞ്ഞെടുപ്പും പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ EVM വിവാദം ചൂടുപിടിക്കാറുണ്ട്. EVMന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് കുറേയേറെ ഹർജികൾ ഇന്ത്യയിലെ പല കോടതികളിലും ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതലും EVMകൾ മാറ്റി പകരം പേപ്പർ ബാലറ്റിലേക്ക് തിരിച്ചു പോകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികളായിരുന്നു. എന്നാൽ കോടതികൾ ഇത്തരം ഹർജികൾ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. ഇതിനിടയിലാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇലക്ഷൻ കമ്മീഷൻ EVMനൊപ്പം VVPAT കൂടി ഉപയോഗിക്കാൻ തുടങ്ങിയത്. എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന ഹർജിയിലെ പ്രധാന ആവശ്യം EVMനോടൊപ്പം തന്നെ VVPATലെ എല്ലാ സ്ലിപ്പുകളും എണ്ണണം എന്നുള്ളതാണ്. എന്താണ് EVM, എന്താണ് VVPAT, ഇവ രണ്ടും എങ്ങനെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പുകളുടെ ഭാഗമായി എന്ന് പരിശോധിക്കാം. ബാലറ്റ് പേപ്പറുകൾക്ക് പകരം വന്ന ഒരു സംവിധാനമാണ് EVM അഥവാ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പണ്ട് ഇന്ത്യയിൽ നടമാടിക്കൊണ്ടിരുന്ന വ്യാപകമായ ബൂത്ത് പിടുത്തങ്ങളാണ് ഇലക്ഷൻ കമ്മീഷനെ ഇത്തരത്തിലുള്ള ഒരു യന്ത്രത്തിലേക്ക് മാറാൻ പ്രേരിപ്പിച്ചത്. EVMന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അത് ആദ്യമായി ഇന്ത്യയിൽ ഉപയോഗിച്ചത് 1982 വടക്കൻ പറവൂർ നിയമസഭാ മണ്ഡലത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ്. അന്നത് ഏതാനും ചില ബൂത്തുകളിലേക്ക് മാത്രമാണ് ഉപയോഗിച്ചത്. ഇതിൻ്റെ ഏറ്റവും രസകരമായ വസ്തുത എന്നത് ഇത് ഉപയോഗിച്ച് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇതിനെതിരെയുള്ള കേസുകൾ ആരംഭിച്ചു എന്നതാണ്. അന്നത്തെ പ്രശ്നം മെഷീൻ്റെ വിശ്വാസ്യതയല്ലായിരുന്നു, പകരം ഇത്തരത്തിലൊരു മെഷീൻ ഉപയോഗിക്കാൻ നിയമത്തിൽ പ്രൊവിഷൻ ഇല്ല എന്നതായിരുന്നു. അങ്ങനെ പറവൂർ ഉപതെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് 1984 സുപ്രീം കോടതിയുടെ റൂളിംഗ് വരുന്നത് ബാലറ്റ് പേപ്പർ അല്ലാതെ ഒരു തരത്തിലുള്ള സംവിധാനവും ഇലക്ഷന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ 1989 അന്നത്തെ പാർലമെൻറ്റ് ഈ നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് പുതിയ നിയമം നിലവിൽ കൊണ്ടുവന്നു. അതാണ് EVMന്റെ കടന്നുവരവിന് വഴിവെച്ചതെന്ന് തന്നെ പറയാം. 1990 അവസാനത്തോടെ തന്നെ EVMകൾ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ തുടങ്ങി. ഉടനെ തന്നെ ഇതിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികളും ആരംഭിച്ചു. എന്നാൽ 2002 EVMന് അനുകൂലമായിട്ടുണ്ടായ സുപ്രീം കോടതി വിധിയെ തുടർന്നാണ് ഇത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പുകളിൽ വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയത്. എങ്കിലും രാജ്യത്ത് ഓരോ തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോഴും EVMനെതിരെയുള്ള ഹർജികൾ കോടതികളിൽ ഫയൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത്രയും കേട്ട സ്ഥിതിക്ക് ഒരു EVM എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്തൊക്കെ എന്നറിയേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിക്കുന്നത് ഇന്ത്യൻ നിർമ്മിത EVM മെഷീനുകളാണ്. ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ഭാരത് ഇലക്ട്രോണിക്സും ചേർന്നാണ് ഈ മെഷീൻ നിർമ്മിക്കാൻ ആരംഭിച്ചത്. EVM മെഷീന് 2 യൂണിറ്റുകളാണ് ഉള്ളത്. ഒരു ബാലറ്റ് യൂണിറ്റും ഒരു കൺട്രോൾ യൂണിറ്റും. ഇവ രണ്ടും തമ്മിൽ വയറ് വഴി ബന്ധിപ്പിക്കുന്നുണ്ട്. കൺട്രോൾ യൂണിറ്റ് എന്നത് പോളിംഗ് ബൂത്തിലെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ്റെ കീഴിലായിരിക്കും. കൺട്രോൾ യൂണിറ്റിൽ നിന്ന് കൺഫർമേഷൻ സിഗ്നൽ അയച്ചെങ്കിൽ മാത്രമേ ബാലറ്റ് യൂണിറ്റ് പ്രവർത്തിപ്പിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഒരു വോട്ടർക്ക് ഒരു സമയത്ത് ഒന്നിലധികം വോട്ട് രേഖപ്പെടുത്താൻ കഴിയാത്തത്. റൈറ്റ് വൺസ് റീഡ് മെനി എന്നൊരു സംവിധാനമാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അതായത് ഒരു പ്രാവശ്യം രേഖപ്പെടുത്തിയ വിവരം പിന്നീടത് മാറ്റാൻ കഴിയില്ല. അതുപോലെ തന്നെ ഓരോ വോട്ടും രേഖപ്പെടുത്തുന്നതിൻ്റെ സമയവും സീരിയൽ നമ്പരും അതിനകത്ത് രേഖപ്പെടുത്തും. ഇതിൻ്റെ പ്രോഗ്രാമിങ്ങും മറ്റും നിർമ്മാണ സമയത്ത് തന്നെ സെറ്റ് ചെയ്യുന്നതാണ്. ഒരിക്കൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റി സെറ്റ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ അഥവാ ആരെങ്കിലും മാറ്റി സെറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ തന്നെ ഈ യന്ത്രം പിന്നീട് പ്രവർത്തിക്കാതെയാകും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ഇത് സീൽഡ് കസ്റ്റഡിയിലായിരിക്കും സൂക്ഷിക്കുക. സീല് പൊട്ടിക്കുന്നത് തന്നെ വോട്ടെണ്ണൽ ദിവസമായിരിക്കും. ബന്ധപ്പെട്ട എല്ലാവരുടെയും മുന്നിൽ വെച്ചായിരിക്കും സീല് പൊട്ടിക്കുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും വോട്ടിംഗ് മെഷീനുകൾ ഹാക്ക് ചെയ്യാം എന്നാണ് ചിലരുടെ വാദം. അവർ അത് പല സന്ദർഭങ്ങളിലും ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചിട്ടുമുണ്ട്. പക്ഷേ അപ്പോഴൊരു പ്രശ്നമുണ്ടായിരുന്നു. അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചതൊന്നും ഇന്ത്യൻ നിർമ്മിതമായതോ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള വോട്ടിംഗ് മെഷീനുകളോ ആയിരുന്നില്ല. അവർ ഡെമോൺസ്ട്രേഷൻ നടത്തിയതെല്ലാം വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉള്ളതും ചിപ്പ് ഘടിപ്പിച്ചതുമായ മെഷീനുകളിലായിരുന്നു. ഇന്ത്യൻ മെഷീനുകളിൽ യാതൊരുവിധ ചിപ്പുകളും ഘടിപ്പിച്ചിട്ടില്ല. അതിനാൽ തന്നെ ഒരു തരത്തിലുള്ള എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷനും സാധ്യമാകുന്നില്ല. ഇതാണ് EVMനെതിരെയുള്ള പല ഹർജികളും കോടതികളിൽ തള്ളിപ്പോവാനുള്ള കാരണവും. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയിട്ടും ഇതിനെ എതിർക്കുന്നവരുടെ സംശയം നാൾക്ക് നാൾ കൂടിക്കൂടി വന്നു. അങ്ങനെയാണ് മുൻ കേന്ദ്രമന്ത്രിയും പൊതുതാൽപര്യ ഹർജികളുടെ പൊന്നുതമ്പുരാൻ എന്നറിയപ്പെടുന്ന സുബ്രഹ്മണ്യൻ സ്വാമിയും ഈ രംഗത്ത് വന്നത്. അദ്ദേഹത്തിൻ്റെ ആവശ്യം EVM മെഷീൻ അപ്പാടെ നിരോധിക്കലായിരുന്നില്ല, പകരം ഒരു അഡീഷണൽ സെക്യൂരിറ്റി സംവിധാനം കൂടി വരുത്തണം എന്നുള്ളതായിരുന്നു. ഈ ഒരു ആവശ്യവുമായി അദ്ദേഹം 2012 ഡൽഹി ഹൈക്കോടതിയാണ് ആദ്യം സമീപിച്ചത്. എന്നാൽ ആ കോടതിയിൽ നിന്ന് അനുകൂല വിധി കിട്ടാത്ത സ്ഥിതിക്ക് സുപ്രീം കോടതിയിലേക്ക് പോവുകയായിരുന്നു.
അങ്ങനെ അദ്ദേഹത്തിൻ്റെ പോരാട്ട ഫലത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കാണുന്ന വിവിപാറ്റുകൾ രംഗപ്രവേശനം ചെയ്തത്. ഇനി അതെന്താണെന്നും അതിൻ്റെ മേന്മകൾ എന്താണെന്നും കൂടി പരിശോധിക്കാം. വിവിപാറ്റ് എന്നാൽ വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്നാണ്. വിവിപാറ്റ് എന്നൊരാശയം കൊണ്ടുവന്നത് IIT മുൻ ഡയറക്ടറായിരുന്ന പ്രൊഫസർ PV ഇന്ദർസെൻ ആണ്. ഇതിൻ്റെ പ്രവർത്തനം വിശദീകരിച്ചപ്പോൾ തന്നെ ഇന്ത്യയിലെ ഒട്ടുമിക്ക ദേശീയ പാർട്ടികളും അദ്ദേഹത്തിൻ്റെ ഈ ആശയത്തോട് യോജിച്ചു. അങ്ങനെ ഇതിൻ്റെ വിജയകരമായ ട്രയൽ റണ്ണിന് ശേഷം 2013 ഒരു തെരഞ്ഞെടുപ്പിലാണ് ഇത് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. നാഗാലാൻഡിലെ നോക്സൺ മണ്ഡലത്തിലായിരുന്നു. 2014 തെരഞ്ഞെടുപ്പിൽ 543-ൽ 8 മണ്ഡലങ്ങളിൽ ഇത് ഉപയോഗിച്ചു. 2019 തെരഞ്ഞെടുപ്പായപ്പോഴേക്കും എല്ലാ മണ്ഡലങ്ങളിലും ഇത് നിലവിൽ വന്നു. ഇനി ഇതിൻ്റെ പ്രവർത്തനം ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം. ഒരു വോട്ടർ ഏതെങ്കിലും ഒരു ചിഹ്നത്തിൽ വോട്ട് ചെയ്യുമ്പോൾ അയാൾ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും അടങ്ങുന്ന ഒരു സ്ലിപ്പ് വിവിപാറ്റ് മെഷീനിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇത് 7 സെക്കൻഡ് നേരത്തേക്ക് വോട്ടർക്ക് ദൃശ്യമാകും. അപ്പോൾ വോട്ട് ചെയ്ത ആളിന് ആ വോട്ട് കൃത്യമായാണോ രേഖപ്പെടുത്തിയതെന്ന് അറിയാൻ കഴിയും. ഇങ്ങനെ ഓരോ വോട്ടിങ്ങിന് ശേഷവും ജനറേറ്റ് ചെയ്യപ്പെടുന്ന സ്ലിപ്പും ഈ മെഷീനിൽ സൂക്ഷിക്കപ്പെടും. വോട്ടെണ്ണൽ സമയത്ത് ഇവയും എണ്ണാറുണ്ട്. പക്ഷേ നിലവിലെ രീതി അനുസരിച്ച് വിവിപാറ്റിലെ എല്ലാ സ്ലിപ്പുകളും എണ്ണാറില്ല. ഒരു അസംബ്ലി മണ്ഡലത്തിലെ 5 ബൂത്തുകളിലെ സ്ലിപ്പുകൾ മാത്രമായിരിക്കും എണ്ണുന്നത്. അതായത് രാജ്യത്താകമാനം 24 ലക്ഷം വിവിപാറ്റ് മെഷീനുകൾ ഉപയോഗിക്കുമ്പോൾ 20,000 വിവിപാറ്റ് മെഷീനുകളിലെ സ്ലിപ്പുകൾ മാത്രമേ എണ്ണുന്നുള്ളൂ. ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന പുതിയ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് രാജ്യത്തെ മുഴുവൻ വിവിപാറ്റ് സ്ലിപ്പുകളും എണ്ണണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ EVM മെഷീനെക്കുറിച്ച് നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു പോയിന്റ് കൂടി ചേർക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ട് എല്ലാ ബൂത്തുകളിലും EVMൽ ഒരു ട്രയൽ റൺ നടത്താറുണ്ട്. അതായത് ബന്ധപ്പെട്ട എല്ലാവരും ചേർന്ന് ഇതിൽ വോട്ടിംഗ് രേഖപ്പെടുത്തും. അതിനുശേഷം പോൾ ചെയ്ത മുഴുവൻ വോട്ടുകളുടെ എണ്ണവും അതാത് സ്ഥാനാർത്ഥിക്ക് അവർ ഉദ്ദേശിച്ചതുപോലെ തന്നെയാണോ വോട്ടുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുകൂടി പരിശോധിക്കും. ഇവിടെയും സീരിയൽ നമ്പരും ടൈമും എല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ പരിശോധനകൾക്കെല്ലാം ശേഷമാണ് യഥാർത്ഥ വോട്ടിംഗ് തുടങ്ങുന്നത്. നിലവിലെ ഈ പ്രക്രിയകളുടെ പശ്ചാത്തലത്തിൽ തന്നെ നമുക്ക് പറയാൻ കഴിയും നിലവിലെ EVMകൾ 99% കുറ്റമറ്റതാണെന്ന്. ഇനി നാളെ രാജ്യത്ത് എവിടെയെങ്കിലും ഒരു EVMൽ കൃത്രിമം നടന്നു എന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ തന്നെ സുപ്രീം കോടതി ഇത് റദ്ദ് ചെയ്യുമെന്ന് ഉറപ്പാണ്. അതിനാൽ തന്നെ നിലവിലെ ഇലക്ഷൻ രീതികളെ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. താങ്ക് യു.